അറിയാതെ പറ്റുകയും. അപ്പൊ അതിനെപ്പറ്റി നാം ആരും ഇപ്പോൾ ബോധവാന്മാരല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നുപെട്ടത് വളരെ ഒരു മോശമായ അവസ്ഥയാണ്. അപ്പൊ ഇപ്പോൾ ഞാൻ ഓതിയ ആയത്തിൽ പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതായത് അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആൾ അദ്ദേഹം നല്ല അമലുകളെ ചെയ്യുന്നു, പിന്നെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിമാണെന്ന് പറയാൻ പേടിയാണ്. പറഞ്ഞാൽ അബദ്ധമാണ്. ഇവനാണ് എല്ലാ ദോഷങ്ങൾ ചെയ്യുന്നത്. ഇവര് നിയമ ലംഘനം ചെയ്യുകയാണ്. എല്ലാ നിയമങ്ങളും മുഴുവൻ ലംഘിച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് നമ്മുടെ ഇന്നത്തെയുള്ള മുസ്ലിം ലോകം ചെയ്യുന്നത്. അതുകൊണ്ട് എന്താകുന്നു? ഇതെല്ലാം പോയി ചേരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും ദയനീയമായ അവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിനുള്ള ഒരു കാരണം എന്താണെന്ന് നോക്കിയാൽ ഒരു വലിയൊരു കാരണമാണ്. നമ്മൾ എത്ര അധികം സലാത്ത് ചൊല്ലുന്നവരായിരിക്കാം, പക്ഷേ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കളവ് പറയുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാൽ കണ്ടാൽ മാസം തുടങ്ങുവാൻ കൽപ്പിച്ചു എന്നുള്ള കളവ്. ഇത് വെറും കളവാണ്. ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയായിട്ട് മനസ്സിലാവും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ ചെറുപ്പം മുതൽക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മിൻകോഴി രീതിയിൽ ജനിച്ചു വളർന്നവനാണ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റമദാനും ഇതും വരുമ്പോൾ കുട്ടികൾ പോയി കടക്കരയിൽ നിന്നിട്ട് അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ ശരിക്ക് കാണും, സൂര്യൻ അസ്തമിക്കുന്നത് കാണും. അപ്പൊ ഇവര് പോയി കുട്ടികൾ മഗ്‌രിബ് നമസ്കരിക്കുന്ന സമയത്ത് കുട്ടികൾ കടക്കരയിൽ പോയി ഇളനീരും കൊണ്ടുപോകും. എന്നിട്ട് ഇവര് ഹിലാൽ കണ്ടാൽ ശബ്ദമുണ്ടാക്കും. അത് കേൾക്കും. നമ്മളൊക്കെ പള്ളിയിലാണ് പോകുന്നത്. നമ്മളെ മാതാപിതാക്കന്മാരൊന്നും ഈ കുട്ടികളെ ഇവിടെ ഒന്നും അയക്കില്ല, പള്ളിയിലേക്ക് അയക്കും. അപ്പൊ പള്ളിയിൽ ഈ മഗ്‌രിബ് നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുക. ഈ മാസം കണ്ട ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ ചന്ദ്രൻ ഉയരത്തിലുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അത് കണ്ടാൽ പിറ്റേ ദിവസം ഒന്നാണ്. അപ്പൊ നമ്മളൊക്കെ വിശ്വസിച്ചത് ആകെ ആ മാസം കണ്ടു, നാളെ 1-ാം തീയതിയാണ്. ഇതിപ്പോ പഠിക്കേണ്ടി വന്നു. ഇവിടെ കടയും പറയുകയുണ്ടായി. ഈ രാമണ്ണി അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിലേക്ക് പോവുകയും അവിടെ ഒരു വലിയ കുഴപ്പമുണ്ടാവുകയും ചെയ്തു. അതെന്താ? പെരുന്നാൾ 3 കോഴിക്കോട് പെരുന്നാൾ കഴിച്ച് അദ്ദേഹം പുറപ്പെടുന്നു. പിറ്റേ ദിവസം ഒരു ദ്വീപിലെത്തുന്നു, അവിടെ പെരുന്നാൾ. പിറ്റേ ദിവസം മീക്കോയിലേക്ക് വരുന്നു, അവിടെ പെരുന്നാൾ 3-ാമത്തെ. അപ്പൊ ഈ 3-ാമത്തെ ദിവസം പെരുന്നാൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പണി മുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളോട് ഏതായാലും നിർത്തി തരണമെന്ന് പറഞ്ഞ് അവിടെ 2 വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം തയ്യാറായി. പിന്നെ അദ്ദേഹത്തെ ഒരു വലിയൊരു കുഴപ്പത്തിൽ കലാശിച്ചു. അദ്ദേഹത്തിന് കൊച്ചിയിൽ നിന്ന് ഒരു സൈന്യത്തെ നാവിക കപ്പലിൽ അവിടെ എത്തിക്കേണ്ട ഗതികളിൽ വന്നു. അതിൽ 300ഓളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുകയും അതൊരു വലിയ കേസായി ചേരുകയും ചെയ്തു. കുറെ ആളുകൾക്ക് അടിയും കിട്ടി, കുറെ ആളുകളുടെ ജോലിയും പോയി. അങ്ങനെയുള്ള ഒരു വലിയൊരു സംഭവമായിരുന്നു അത്. അതിൽ നിന്നാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത്. പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത് മുഴുവൻ മഹാ അബദ്ധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഒരു 30 കൊല്ലത്തെ പഠനം നടത്തിയതിനു ശേഷം ഞാൻ പറയാൻ തുടങ്ങി. ആദ്യമായിട്ട് ഇത് പറയുന്നത് 87കളിലാണ്. എത്ര കാലം കഴിഞ്ഞു പോയി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മളെ ആളുകൾക്ക് ഇത് ചിന്തിക്കാനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം. നമുക്ക് ഖുർആനും സുന്നത്തും കൊണ്ട് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുവാൻ തയ്യാറല്ല, മനസ്സിലാക്കുവാൻ തയ്യാറല്ല, ആളുകൾ പറയുന്നത് കേൾക്കാനും തയ്യാറല്ല. ഇതാവസ്ഥ. ഇത് നമ്മുടെ തീയതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത് ചന്ദ്രനാണ് തീയതി കാണിക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചത്. സൂര്യനെ സമയം കാണിക്കാൻ വേണ്ടിയും ചന്ദ്രനെ
തീയതി കാണിക്കാൻ വേണ്ടിയും അള്ളാഹു നിയമിച്ചു. അതിന്റെ തീയതിയാണ് നാം എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, പഴയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകൾക്കൊന്നും അറിയില്ല. ആ അവസ്ഥയിലാണ് ഇവിടെ ബ്രിട്ടീഷ് മേധാവിത്വം വന്നത്. അവർ വന്ന് എന്ത് ചെയ്തു, അവരുടെ കലണ്ടർ ഇവിടെ സ്ഥാപിച്ചു. അതോടുകൂടി നമ്മുടെ ഈ ചന്ദ്രമാസ കലണ്ടർ അവഗണിക്കപ്പെട്ടു. പിന്നെ മാസം അവസാനിക്കുകയില്ലേ എന്നുള്ളതാണ്. മാസം അവസാനിക്കുന്ന എങ്ങനെ എന്നത് ഖുർആനിലെ വളരെ വ്യക്തമായ ഭാഷയിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. അത് ഒന്നും നമുക്ക് സാധാരണ മനസ്സിലാകാറില്ല. കാരണം എന്താന്ന് പറഞ്ഞാല്, നമ്മളെ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ തഫ്സീറുകളും മറ്റേതെല്ലാം കാണുന്നത്. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുണ്ടായിരുന്നില്ല. എനിക്കറിയാം, എനിക്ക് ഓർമ്മ ഉണ്ട്, എനിക്കൊരു 4-5 വയസ്സായപ്പോഴാണ് എന്റെ ഉമ്മയുടെ ഉമ്മ മരിച്ചത്. അപ്പൊ ഞങ്ങളെ അമ്മ വന്ന് പറയും, ഉടനെ പോയി അടുത്തിരുന്ന് യാസീൻ ഓതുക. അപ്പൊ ഞങ്ങൾ യാസീൻ അക്കൂത്തൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി ഇരുന്ന് ഓതും. ഈ യാസീൻ അന്ന് ഓതിയിരുന്ന എന്തിനാണെന്നറിയാം? മരിച്ച ആളുകൾക്ക് വേണ്ടിയാണ്, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല. അറിയില്ല, ഇത് അവസ്ഥയാണ്. ഇത് നമ്മളിപ്പോ വിചാരിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും അറിയാമെന്നാണ്. ഇത് അബദ്ധമാണ്. എനിക്ക് പിന്നെ ഈ വിശാഖപട്ടണത്ത് ഒരു സയന്റിഫിക് പേപ്പർ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വന്നു, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ. ഇത് 65 മറ്റാണ്. അപ്പൊ അന്ന് അവിടെ പോയപ്പോൾ അവിടെ വെള്ളിയാഴ്ച ദിവസം വന്നു. അപ്പോൾ പള്ളിയിലേക്ക് ഞാൻ പോയി. ഒരു വലിയ പള്ളിയായിരുന്നു, കുറെ ആളുകളുണ്ട്. പക്ഷെ അവിടെയുള്ള ഖതീബിന് ഇത് നോക്കി വായിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ആ അവസ്ഥയായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവർ ഏത് തരത്തിലായിരിക്കുന്നു അറിയില്ല. പിന്നെ ഇങ്ങനെ ഒമാനിലേക്ക് പോകേണ്ട ഇത് കിട്ടി. അത് 79-ലായിരുന്നു. അവിടെ പോയപ്പോ അവിടെ പള്ളികളിൽ പോയാൽ നമ്മളെ കേരളത്തിൽ ഖുർആൻ ഓതുന്ന പോലെ ഓതാൻ പോലും അവർക്കറിയില്ല, അവിടുത്തെ ജനങ്ങൾക്ക്. അതായിരുന്നു അവസ്ഥ. നമ്മൾക്ക് വിചാരിക്കുന്നത് സൗദി അറേബ്യ അവിടെ ഇവർക്ക് വലിയ അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷേ ഈ കേരളത്തിലുള്ള അറിവും അവിടെ ഒന്നും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ പഴയ കാലത്തെ അവസ്ഥ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇതിന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കില്ല. ഖുർആൻ പറയുന്നത് എന്താണ്? ഈ ഖുർആൻ വളരെ വ്യക്തമായ, വളരെ തെളിവായ ഒരു വേദഗ്രന്ഥമാണ്. ഇത് ആർക്കും പഠിച്ചാൽ മനസ്സിലാവും എന്നുള്ള ഇതിലാണ് പറയുന്നത്. പക്ഷേ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ നമുക്ക് മുന്നറിവ് ഉണ്ടാകണം. ഇപ്പൊ ആലോചനകൾ, ഒരാൾക്ക് ഞാനൊരു ഖുർആൻ കൊണ്ടുപോയി കൊടുത്തു, അയാളത് തുറന്നു നോക്കിയാൽ അയാൾക്കത് വായിക്കാൻ പറ്റൂല. കാരണം അത് വേറൊരു ഭാഷയിൽ എഴുതിയതാണ്. എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ വന്നു, അദ്ദേഹം എന്നോട് പറയായിരുന്നു, ഞാനവിടെ പിന്നെ ഒമാനിൽ എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ പോവുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാനില്ല, ആ സൈൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കതറിയില്ല. അപ്പൊ ചോദിക്കാനത്രേ, ഈ പുസ്തകങ്ങളിൽ നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ഇതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? എന്താ അറിയില്ലെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ ഡ്രൈവറിന് ഈ എഴുത്ത് തന്നെ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന, ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അറബി വായിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ അപ്പൊ ഈ ഖുർആൻ വായിക്കണമെങ്കിൽ അതിന്റെ എഴുത്തറിയണം. എഴുത്തറിയാതെ ഖുർആൻ വായിക്കാൻ പറ്റില്ല. ഇനി എഴുത്ത് മാത്രം പഠിച്ചാൽ അത് വായിക്കാൻ പറ്റും. വായിച്ചാൽ എന്താ പറഞ്ഞത് മനസ്സിലാവില്ല. അതിനെന്ത് ചെയ്യേണ്ടി വരും? അറബി ഭാഷ പഠിക്കേണ്ടി വരും. ഭാഷ പഠിച്ചാൽ അർത്ഥം മനസ്സിലാവും. ശരി, അർത്ഥം മനസ്സിലായാൽ വിഷയം അറിയാതെ ആ പറഞ്ഞ എന്താന്ന് മനസ്സിലാവില്ല. ആ വിഷയത്തിൽ അറിവുണ്ടാവണം. ഖുർആൻ ആണെങ്കിൽ അള്ളാഹുവിന്റെ കലാമാണ്, അതിലെല്ലാ അറിവും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാ അറിവും ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് തർജ്ജമ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഡോക്ടർ ഈ മെഡിസിനെ പറ്റി ഉള്ള അല്ലെങ്കിൽ ഈ ജീവശാസ്ത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളിൽ എഴുതിയിട്ടുള്ള ഖുർആനിൽ കുറെ വാക്യങ്ങളുണ്ട്. അത് സാധാരണ അറബി അറിയുന്ന ആൾക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള സംഗതികൾ അതറിയണമെങ്കിൽ ഇതിനെപ്പറ്റി അറിയണം. അറിയില്ലെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്.
അപ്പൊ ഇപ്പോ ഇവിടെ ഈ ഓതിയ ആയത്തിൽ, ഈ യാസീനിൽ വരുന്ന ആയത്തിൽ വൽ ഖമറ ഖദ്ദർനാ മനാദില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, ചന്ദ്രന് മനാദിൽ അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. അത് അവസാനം ഉർജൂൻ ഖദീം പോലെ ആയിത്തീരുന്നു, മടങ്ങി വരുന്നു. ഇതെന്താ പറഞ്ഞതെന്ന് മനസ്സിലാവണമെങ്കിൽ സുണൂൽ പഠിക്കണം, വാനശാസ്ത്രത്തിൽ അറിവുണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് വായിച്ചിട്ട് അങ്ങനെ വായിച്ചുകൊണ്ട് പോകുന്നല്ലാതെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നു. അത് പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞാല്, ഈ ചന്ദ്രൻ ചലിക്കുന്നുണ്ട്. അത് പിന്നെയും പറയുന്നുണ്ട്, ലക്ഷംസ് എൺപത് ഇലഹാൻ തുതുരിക്കൽ കമറ ഈ ശാസ്ത്രം മുഴുവനും ആ വാക്കിന്റെ അകത്ത് അള്ളാഹു ഒതുക്കിയിരിക്കുകയാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ പറ്റി പഠിക്കണം. അത് നോക്കി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇത് പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവൂ. അതായത് ഈ ഗോളങ്ങൾ, ചന്ദ്രൻ, ഭൂമി, ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അവിടെ നിശ്ചലമല്ല, എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ മാർഗമുണ്ട്, അതിൽ ചലിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇങ്ങനെ ചലിച്ചുകൊണ്ട് പോയിരിക്കുമ്പോൾ ഓരോ മാസവും നടക്കുന്ന ഒരു പ്രക്രിയയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ചന്ദ്രനിൽ മനാദിലുണ്ട്. ഓരോ മനാദിൽ ചലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന്റെ കലകൾ മാറുകയും അങ്ങനെ അത് തീയതികൾ ജനങ്ങൾക്ക് കാണിച്ചു കൊണ്ടുപോവുകയും ചെയ്ത് ഇത് വലുതായി കൊണ്ടുപോയി പിന്നെ ചെറുതായി വന്ന് അവസാനം അതേ രൂപത്തിലായിത്തീരുന്നു. ഇതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഇത് സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ പറ്റില്ല, അതിനെ പോയി ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, മറികടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രന് സൂര്യനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ചന്ദ്രൻ സൂര്യനെ പോയി അതിനെ മറികടക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓരോ മാസവും നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ഓരോ മാസവും ഈ ചന്ദ്രൻ അതിന്റെ ഓട്ടത്തിൽ പോയിക്കൊണ്ട് സൂര്യനെ മറികടക്കുന്നു. അതിനുശേഷം എന്താവുന്നു? അപ്പോഴാണ് ഈ ഹിലാൽ വരുന്നത്. തലാഹ എന്ന് അല്ലാഹു പറഞ്ഞു. ചന്ദ്രൻ സൂര്യനെ പിന്തുടരുമ്പോൾ, ഇതാണ് ആദ്യത്തെ ദിവസത്തെ അവസ്ഥ. ഈ ചന്ദ്രൻ സൂര്യന്റെ പിന്നിലുണ്ടായിരുന്നത് ഇങ്ങനെ വന്ന് അതിനെ മറികടന്ന് മറ്റേ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു നേരിയ കലയായിട്ട് കാണുന്നത്. ഇത് എപ്പോഴാണ് കാണുന്നതെന്ന് എല്ലാ പഴയ തഫ്സീറുകളിലും എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അമാനി മൗലവിന്റെ തഫ്സീറിൽ കൂടി ഇത് എഴുതിയിട്ടുണ്ട്. ചന്ദ്രക്കല ആദ്യമായിട്ട് ദൃശ്യമാകുന്നത്, മനുഷ്യർക്ക് കാണുന്നത് മാസത്തിന്റെ 1-ാം തീയതിയാണ്. മാസത്തിന്റെ 1-ാം തീയതി കാണുന്ന ഒന്നിനെ കണ്ടിട്ട് മാസം തുടങ്ങാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുമോ? ഒന്ന് ചിന്തിച്ചോ. ഇത് അബദ്ധമാണ്. അപ്പൊ ഈ അബദ്ധം പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ജനതയോട് പറയുമോ? ഒരിക്കലുമില്ല. അപ്പോ ഈ മാസിനെ കണ്ടിട്ട് മാസം തുടങ്ങുക എന്ന് റസൂൽ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു കളവാണ്. കളവ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് മഹാബദ്ധമാണ്. മനസ്സിലാക്കണം. അത് വളരെ ഗൗരവമായ ഒരു സംഗതിയാണ്. ഈ കളവിൽ ഇപ്പോൾ ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഈ പ്രാവശ്യം പറഞ്ഞപ്പോഴും എന്താണ്? മാസം കണ്ടു. അങ്ങനെ കണ്ടിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഞായറാഴ്ച ഈ ദുൽഹജ്ജ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. ഇത് സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്. അത് ഫോർമാലിറ്റിയാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് പഴയ കാലത്ത് തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഈ അന്ന് വൈകുന്നേരം പോയി കണ്ടു എന്നല്ല. അത് കണ്ട ആൾ അതിനെ ശരിക്കും മനസ്സിലാക്കി സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോ അശ്ഹദുഅല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കണ്ടിട്ടാണോ സാക്ഷ്യം വഹിക്കുന്നത്? അല്ല, അതൊരു സാക്ഷ്യമാണ്. അങ്ങനെയുള്ളൊരു സാക്ഷ്യം മാത്രമാണത്. പക്ഷെ നമ്മൾ ധരിച്ചു വാക്കർത്ഥത്തിൽ അതിനെ എടുത്തുകൊണ്ട് അവർ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ കേരളത്തിൽ എന്ത് ചെയ്തു? ഇന്ന് കാണാൻ സാധ്യതയില്ല, കാണൂല, അവർ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞ് ഈ മുസ്ലിം ലോകം മുഴുവനും കണക്കാക്കിയതിന് നമ്മളിവിടെ കേരളത്തിൽ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയാണോ? ചിന്തിച്ചു നോക്കണം. ഇതാ നമ്മുടെ അവസ്ഥ. അപ്പോൾ ഈ മാസം തുടങ്ങിയത് എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴാണ് റമളാൻ തുടങ്ങിയത്? ഇതിലെല്ലാം കണക്കുണ്ട്. ശാസ്ത്രം ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ആർക്കും ചന്ദ്രന്റെ ഒരു കല കൂട്ടാനോ കുറക്കാനോ പറ്റില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളും ഭൂമിയും അടുത്ത നാളിൽ തന്നെ ഇതിനൊക്കെ നിശ്ചയമായി കൃത്യമായി കണക്കാക്കിയിരിക്കുകയാണ്. അതിന്
29 ഒരു മാസത്തിൽ 28 കല കണ്ണുകൊണ്ട് കണ്ടിട്ട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അതേപോലെ തന്നെ 30 ഒരു മാസത്തിൽ 29 കലയും ഉണ്ടാവും. ഇത് കുറക്കാനോ കൂട്ടാനോ ആർക്കും പറ്റില്ല. ഇത് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ നോക്കാറില്ല. നമ്മൾ നോക്കുന്നത് ഒരു കലയെ മാത്രമാണ്. അതും തെറ്റായ ദിവസത്തിൽ പോയി നോക്കി കാണാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ദിവസം കൂട്ടിക്കൊണ്ട് പോകും. കഴിഞ്ഞ നോമ്പിന് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിവുണ്ടാവില്ല. കഴിഞ്ഞ നോമ്പ് തുടങ്ങിയത് ബുധനാഴ്ചയാണ്. ഓർമ്മണ്ടോ എന്നറിയില്ല. അവിടെ മക്കയിൽ ശരിക്കും തന്നെ തുടങ്ങി. ഇവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. മറ്റ് നോർത്ത് ഇന്ത്യയിൽ മറ്റു 2 ദിവസം കഴിഞ്ഞിട്ടാണ് നോമ്പ് തുടങ്ങിയത്. അപ്പൊ ബുധനാഴ്ച തുടങ്ങേണ്ട നോമ്പ് ഇവിടെ വ്യാഴാഴ്ചയും മറ്റു സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ചയും ഒക്കെ തുടങ്ങി. നമ്മളെ മിനിക്കോയ് ദ്വീപില് വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത്. കാരണം കണ്ടില്ല, കേരളക്കാർ കളവ് പറഞ്ഞ് അവർ പറഞ്ഞു, കാണില്ല, അവർ വെറുതെ പറഞ്ഞാണ്, നമ്മളംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അവർ വെള്ളിയാഴ്ചയാണ് നോമ്പ് തുടങ്ങിയത്. വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങി അവസാനം 29 ആയി. അവിടെ മേഘാവൃത്തമാണ്, കാണുന്നുണ്ടോ ഇല്ല. പിന്നെ അവർ 30 പൂർത്തിയാക്കിയില്ല. മേഘാവൃത്തമായാൽ 30 പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ചെയ്തില്ല. എല്ലാവരും ഇവിടെ പെരുന്നാൾ ആലോചിച്ചെന്ന് അറിയാം. പിന്നെയും അവിടെ നോമ്പ് നോക്കി നിൽക്കാൻ പറ്റില്ല, ആളുകൾ സമ്മതിക്കില്ല. അതുകൊണ്ട് 29 അവസാനിച്ചു. ഇതാ സംഭവം. അപ്പൊ മക്കളിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ അറബ് നാടുകളിലെല്ലാം ബുധനാഴ്ച നോമ്പ് തുടങ്ങുകയും അവസാനം ബുധനാഴ്ച നോമ്പ് തുടങ്ങിയത് എങ്ങനെ, ചൊവ്വാഴ്ച കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് വെറും ശരിയല്ല. കണ്ടെന്ന് പറയും സാധാരണ ഒരു കുറെ പാതിരിയാണ്. പക്ഷെ ആളുകൾ എന്താ ധരിച്ചത്, അവർ കണ്ടു എന്ന് പറഞ്ഞ കളവാണെന്ന് കേരളത്തിലെ മഹാന്മാർ മനസ്സിലാക്കിയോ, കണക്ക് ശരിയല്ല, ഇവര് കാണൂല, അത് വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞ് ഇവർ നോമ്പെടുത്തില്ല. അപ്പോ ഇവർ അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ അവരെങ്ങനെ നോമ്പ് പിടിച്ചു, കണ്ടു എന്ന് പറഞ്ഞ് തുടങ്ങി. അവസാനിക്കുമ്പോൾ എന്തായി, കഴിഞ്ഞ റമളാൻ മാസത്തിൽ 28 കലയെ ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് നോക്കിയെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, സയൻസിൽ റെക്കോർഡുണ്ട്. എല്ലാം നമ്മളിപ്പോ ഒരു ദിവസം പോയി നോക്കുന്നു. ഇവിടെ ഇത് യന്ത്രം തന്നെ നോക്കിക്കൊണ്ടെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഓരോ കലയും റെക്കോർഡാവുന്നുണ്ട് അവിടെ ഓരോ ദിവസത്തെ. അതാർക്കും മാറ്റാൻ പറ്റില്ല. 28 കല മാത്രമേ റമളാൻ മാസത്തിൽ ഉണ്ടായിരുന്നു. ബുധൻ മുതൽ ബുധൻ വരെ റമളാൻ ആയിരുന്നു. പിന്നെ വ്യാഴാഴ്ച പിന്നെ ശവ്വാൽ 1 ആയിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം വേറെ വേറെ ദിവസങ്ങളിലാണ് പെരുന്നാളായി. ഇത് ശരിയാണോ ചിന്തിച്ചു നോക്കണ്ടേ? അപ്പൊ വ്യാഴാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ശവ്വാലായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ചയാണ് മറ്റേ ദുൽഖൈദ് തുടങ്ങിയത്. ദുൽഖൈദ് ഇപ്പൊ 2 മാസം 29 അതായത് റമളാനിലും ശവ്വാലിലും 29 ആയിരുന്നു. 2 മാസം 29 തുടർച്ചയായിട്ട് വന്ന അടുത്ത മാസം 30 ആണെന്നുള്ള ഒരു നിയമമുണ്ട്. അതെപ്പോഴും അല്ല, അധികം അങ്ങനെയാണ്. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ വന്നത്. അപ്പൊ റമളാനില് 29, ശവ്വാലിൽ 29, ദുൽഖൈദ് വെള്ളിയാഴ്ച തുടങ്ങി ദുൽഖൈദ് 30 ആയിരുന്നു. അപ്പൊ ദുൽഖൈദില് ഞങ്ങൾ വന്ന് 29 കല കണ്ടു. ആദ്യത്തെ കല എപ്പോഴാണ് കണ്ടത്? ആ മാസം തുടങ്ങിയ ദിവസം കാണും. ഇപ്പൊ റമളാൻ ബുധനാഴ്ച തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ബുധനാഴ്ച ഞങ്ങൾക്ക് നോമ്പായിരുന്നു. ഇവിടെ കേരളത്തിൽ നോമ്പില്ല. ഞാൻ കോഴിക്കോട് എത്തിയിരുന്നു അന്ന് വൈകുന്നേരം ഞങ്ങള് കോഴിക്കോട് കടപ്പെട്ട് ഇത് കാണുന്നോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പെല്ലാം തുറന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ചന്ദ്രക്കല കാണുന്നു. ഒരു 18 ഡിഗ്രി ഉയരത്തിൽ കാണുന്നു. അത് 1ാമത്തെ ദിവസമാണ്. ആ ദിവസം പോയി. അത് കണ്ടവർക്കറിയാം ഒരു ദിവസം കഴിഞ്ഞു പോയി എന്നുള്ളത്. പക്ഷേ ഇവര് കണക്ക് പ്രകാരം അത് അടുത്ത ദിവസം 1 അപ്പൊ ഹദീസുകളിൽ നോക്കിയാൽ വളരെ തെളിവായ ഭാഷയിൽ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിമാർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതുണ്ട്. അവരെ ഈ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു സ്ഥലത്ത് അവർ ഉംറക്ക് പോയതാണ്. പോയ സമയത്ത് ഒരു നഖ്ല താഴ്വര എന്ന സ്ഥലത്ത് അവര് താമസിച്ചു. അപ്പൊ അവർ ഹിലാൽ നോക്കിയപ്പോ ചിലര് പറഞ്ഞു, ഇത് 3 ദിവസമായല്ലോ, 3ന്റെ ആണല്ലോ, 3 വയസ്സായതാണല്ലോ ഇത്. മറ്റു ചിലർ പറഞ്ഞു അല്ലല്ല, ഇത് 2 ആണല്ലോ എന്നാണ്. അപ്പൊ അവർക്കിടയിൽ തർക്കം. ഒന്നും ആരും പറഞ്ഞില്ല. അപ്പൊ അവര് മാസം ഇത് നോക്കിയത് മാസം നിർണയിക്കാൻ വേണ്ടിയില്ല, തീയതി അറിയാൻ വേണ്ടിയാണ് നോക്കിയത്. അത് മനസ്സിലാവുന്നു. അപ്പൊ അവർ പറഞ്ഞു ശരി, ഏതായാലും നമ്മൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടുത്ത് പോയി ചോദിക്കാം. അവർ ഉംറയെല്ലാം കഴിഞ്ഞ് വന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടുത്ത് പോയി ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. ചില ആളുകൾ പറഞ്ഞു 3 ആണെന്ന്, ചില ആളുകൾ 2 ആണെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ
അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ വിഷയം റസൂലിൽ നിന്ന് ശരിക്കും പഠിച്ച ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ചോദിക്കുന്നവരോട്, നിങ്ങൾ ഏത് ദിവസത്തിലാണ് ഇത് കണ്ടത്? അതായത് ആഴ്ചന്റെ ദിവസം ഏത് ദിവസത്തിലാണ് കണ്ടത്? അപ്പോ അദ്ദേഹം ഈ ദിവസം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഈ മാസത്തിന്റെ കല, ആദ്യത്തെ കല എപ്പോ കാണും, രണ്ടാമത്തെ ഇപ്പൊ ആ കണക്കെല്ലാം അദ്ദേഹം വെച്ചിട്ടുണ്ടാകാം. അപ്പോ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഏത് ദിവസത്തിൽ കണ്ടു എന്നാണ്. ഇവര് ഞങ്ങൾ ഇന്ന ദിവസത്തിൽ കണ്ടു എന്ന് പറഞ്ഞു. ദിവസത്തിന്റെ പേരൊന്നും ഇല്ലാതെ ഇതിൽ ഇന്ന ദിവസത്തിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പിന്നെ വേറൊരു കാര്യം പറയാണ്, എന്നോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ചന്ദ്രക്കലകൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടത് ആ ദിവസത്തിനുള്ള തീയതിയാണ്. നിങ്ങൾ കണ്ടത് ആ ദിവസത്തിനുള്ള തീയതിയാണ്. എന്ന് കണ്ടുവോ അത് ആ ദിവസത്തിന്റെ തീയതിയാണ്, വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ വൈകുന്നേരം കാണുന്നത് ആ ദിവസത്തിനുള്ളതാണ്. അപ്പൊ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ പല സംഭവങ്ങളും അവരുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ശരിയായ അറിവുണ്ടായിരുന്നു, അവർ ശരിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ഇസ്ലാം എത്തിയപ്പോൾ തന്നെ ഈ വൈകുന്നേരം നോക്കിയിട്ട് മാസം കണക്കാക്കുന്ന പരിപാടി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറെ പഠിച്ച സമയത്ത് മാലദ്വീപിന്റെ ചരിത്രം, ഒരു 1100 വർഷത്തിന്റെ ചരിത്രം മാലദ്വീപിൽ റെക്കോർഡുണ്ട്. അവര് ചെയ്യുന്ന അന്നും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്, ഇന്നും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് പഴയ കാലത്ത് ചെയ്തത് അല്ലേ നമ്മൾ ചെയ്യുന്നത്, അവര് ശരിയല്ലേ ചെയ്തത് എന്നുള്ള ഇതാണ് വരുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ അറേബ്യയിൽ നിന്ന് ആളുകൾ വന്നു, വലിയ വലിയ മഹാന്മാർ വന്നു. ആ കാലഘട്ടത്തിൽ ഈ വടക്ക് നോക്കി യന്ത്രം, മറ്റിങ്ങനെയുള്ള യന്ത്രങ്ങൾ, ശരിക്ക് ദിശ മനസ്സിലാക്കാനുള്ള ഇതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അവർക്കറിയാം സൂര്യൻ പിന്നെ മറയുന്ന ഭാഗത്തേക്ക്, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് പോയാൽ ഇവിടെ എത്തുന്നുള്ളത്. അങ്ങനെ ഒരു ദേവാലയത്തേക്ക് വന്ന് അവർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചു. അപ്പൊ ഇവിടെ കേരളത്തിൽ വന്നപ്പോഴും അവർ നേരെ പടിഞ്ഞാറോട്ടായിരുന്നു പള്ളികൾ ഉണ്ടാക്കിയത്. കാലം ഈ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു നമസ്കരിച്ചത്. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ തലശ്ശേരിയിൽ ഒരു സ്ഥലത്ത് പോയി, പള്ളി നമസ്കാര സമയം കഴിഞ്ഞിരുന്നു. ഞാൻ പോയി നമസ്കരിച്ചു പുറത്ത് വെച്ചിട്ട്. ഞാൻ പള്ളിയുള്ള പോലെ തന്നെ നമസ്കരിച്ചു. ഒരാൾ വന്ന് എന്നെ തിരിച്ചു അങ്ങോട്ട്. എനിക്ക് മനസ്സിലായി എന്തോ കിബിളിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ നമസ്കരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വാതിൽ